ലോകം ഇന്നും ഇപ്പോഴും ആ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിൽ തന്നെയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകളും അത്ര ശുഭകരമല്ല. ഒരു മാസം പിന്നിടുന്ന ഈ ഒരു യുദ്ധം ഇപ്പോൾ അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ അന്ത്യശാസനം, അതായത് ആ ഒരു ഡെഡ് ലൈൻ ഇനി വെറും 10 ദിവസം മാത്രം. ഏപ്രിൽ 6 അന്ന് രാത്രി 8 മണിക്കുള്ളിൽ ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ചാമ്പലാക്കുമെന്നാണ് വൈറ്റ് ഹൌസിൽ നിന്നുമുള്ള മുന്നറിയിപ്പ്. പക്ഷേ ഇതിനിടയിൽ ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വലിയ സംഭവം കൂടി നടന്നിരിക്കുകയാണ്. ഇറാന്റെ കരുത്തനായ നാവികസേനാ മേധാവി അലിറേസ തങ്സീരി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതും ഇസ്രായേലിന്റെ അതീവ പ്രഹരശേഷിയുള്ള ഒരു മിസൈൽ ആക്രമണത്തിൽ. എന്താണ് ഇതിന്റെ പിന്നിലെ സത്യം? ഇറാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേവി ചീഫ് അഡ്മിറൽ അലിറേസ തങ്സീരി കൊല്ലപ്പെട്ട വിവരം US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ ഇറാനിലെ ബന്ദർ അബ്ബാസ് എന്ന തുറമുഖ നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ എയർ സ്ട്രൈക്കിലാണ് അലിറേസ തങ്സീരി കൊല്ലപ്പെട്ടത്. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിനും അതുപോലെ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതിനും പിന്നിലെ ബുദ്ധി കേന്ദ്രമായിരുന്നു ഈ ഒരു കൊല്ലപ്പെട്ട തങ്സീരി എന്ന് പറയുന്ന ആള്. ഇനി ഈ ഒരു പ്രദേശം കൂടുതൽ സുരക്ഷിതമാണ് എന്നാണ് US അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പ്രതികരിച്ചത്. പക്ഷേ ഇറാൻ ഇത് അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. തങ്ങളുടെ ഏറ്റവും മികച്ച കമാൻഡറെ നഷ്ടപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും മറുവശത്ത് ചില ഡിപ്ലോമാറ്റിക് ടോക്സ് നടക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ വഴി ഒരു 15 സമാധാന കരാർ ഇറാന് കൈമാറിയിട്ടുണ്ട്. ഈ പ്രപ്പോസലിലെ പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്നാമതായി, ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുക. 2, മിസൈൽ പരീക്ഷണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. മൂന്നാമത്തേത്, ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര ഗതാഗതത്തിനായി തുറന്നു നൽകുക. ഇതിന് പകരം ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ മാറ്റാമെന്ന് ട്രംപ് വാഗ്ദാനം നൽകുന്നു. പക്ഷേ ഇറാൻ ഇത് തള്ളിക്കളഞ്ഞു. അമേരിക്കയുടെ ഈ നിർദ്ദേശങ്ങൾ ഏകപക്ഷീയമാണ് എന്നും തങ്ങളുടെ താൽപര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുമാണ് ഇറാന്റെ വാദം. ഇതിന് പകരമായിട്ട് ഇറാൻ 5 പോയിന്റുള്ള മറ്റൊരു കരാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് ദീർഘകാല സുരക്ഷ ഉറപ്പും അതുപോലെ യുദ്ധത്തിൽ തകർന്ന കാര്യങ്ങൾക്കായി വലിയൊരു നഷ്ടപരിഹാരവും വേണമെന്നാണ് ഇറാന്റെ ഡിമാൻഡ്. അതേസമയം ഇറാൻ സമാധാനത്തിന് വേണ്ടി യാചിക്കുകയാണ് എന്ന ട്രംപിന്റെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇറാൻ ഈ ഒരു പ്രസ്താവന പാടെ നിഷേധിച്ചിരിക്കുകയാണ്. ഇത് വെറും വില കുറഞ്ഞ പ്രചരണം മാത്രമാണ് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം. ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത്, പുതിയ ഡെഡ് ലൈൻ ഏപ്രിൽ 6 തിങ്കളാഴ്ച രാത്രി 8 മണിയാണ്. ഈ ഏപ്രിൽ 6 എന്ന ഡെഡ് ലൈൻ കേട്ട് ആരും പേടിക്കണ്ട എന്ന് പറയുന്നവരുമുണ്ട്. കാരണം ട്രംപ് ഇതിനു മുമ്പും ഇതുപോലെ 2 ഡെഡ് ലൈനുകൾ നൽകിയിരുന്നു. അതും എങ്ങും എത്താതെ മിസ്സായി പോവുകയായിരുന്നു. ആദ്യത്തെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ ബോംബിട്ട് തകർക്കുമെന്നതായിരുന്നു ട്രംപിന്റെ ആദ്യ ഭീഷണി. പക്ഷേ ആ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച 2ാമത്തെ ഡെഡ് ലൈൻ വന്നു. 5 ദിവസത്തെ സമയം കൂടി ട്രംപ് നീട്ടി നൽകി. ചർച്ചകൾ വെരി പ്രൊഡക്റ്റീവ് ആണ് എന്നായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടത്. ഇന്ന് മാർച്ച് 27 ആ 2 ഡെഡ് ലൈനുകളും കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ ഇതാ 3ാമത്തെ തവണയും ട്രംപ് സമയം നീട്ടി നൽകിയിരിക്കുന്നു. ഇത്തവണത്തെ ഡെഡ് ലൈൻ ഏപ്രിൽ 6 ആണ്. ട്രംപ് പറയുന്നത് ഇറാൻ അഭ്യർത്ഥിച്ച പ്രകാരം താൻ മനഃപൂർവ്വം സമയം കൊടുത്തതാണ് എന്നാണ്. അവർക്ക് 7 ദിവസം മതിയായിരുന്നു, പക്ഷെ താനായിട്ട് 10 ദിവസം കൊടുത്തു എന്നാണ് ട്രംപിന്റെ പുതിയ വാദം. പക്ഷേ ഇതിനെ വെറും ഒരു മൈൻഡ് ഗെയിം ആയിട്ടാണ് പ്രതിരോധ വിദഗ്ധർ കാണുന്നത്. ഇതിനോടകം തന്നെ ഹോർമുസ് കടലിടുക്ക് വഴി ചില കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ചർച്ചകൾക്കുള്ള ഒരു നല്ല സൂചനയാണ് എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും സൈനിക നീക്കങ്ങൾ ഒന്നും അമേരിക്ക നിർത്തിവെച്ചിട്ടില്ല. ഞങ്ങൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. പക്ഷേ ഇറാന്റെ നിലപാട് അതല്ല. ഞങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇതിനിടയിൽ പാകിസ്ഥാൻ ഒരു പ്രധാന മധ്യസ്ഥനായി മാറിയിരിക്കുകയാണ്. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തന്റെ രാജ്യ സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഈ ഒരു യുദ്ധം സാധാരണക്കാരായ നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് എപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബാരലിന് $108 എത്തിക്കഴിഞ്ഞു. ഇത് ഇന്ധനവില വർധനവിനും അതുപോലെ ആഗോളതലത്തിൽ വലിയൊരു വിലക്കയറ്റത്തിനും കാരണമാകും. ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളകാൻ ഈ യുദ്ധം മതിയാകും. ഏപ്രിൽ 6 ഇനിയുള്ള ദിവസങ്ങൾ ലോകം ശ്വാസം അടക്കിപ്പിടിച്ചാണ് കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.